ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മധുര സ്വപ്നങ്ങളോടും ശുഭപ്രതീക്ഷകളോടും കൂടി പുതുവർഷം എത്തിയിരിക്കുന്നു. പാശ്ചാത്യ പഞ്ചാംഗമനുസരിച്ച് പുതുവർഷം ജനുവരിയിൽ ആരംഭിക്കുന്നു. ജനുവരി എന്ന പേരിൻ്റെ ഉത്ഭവം ജാനസ് എന്ന റോമൻ ദേവൻ്റെ പേരിൽ നിന്നാണ്. തുറക്കലിൻ്റെ അഥവാ തുടക്കത്തിൻ്റെ ദൈവം എന്നാണ് അർത്ഥം. ഈ ദേവന് 2 തലകളും 4 കണ്ണുകളും ഉള്ളതായി സങ്കല്പിക്കപ്പെടുന്നു. തലകളിൽ ഒന്ന് മുൻപോട്ടും രണ്ടാമത്തേത് പുറകോട്ടും തിരിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് 2 കണ്ണുകൾ പിന്നിലേക്കും 2 കണ്ണുകൾ മുന്നിലേക്കും നോക്കുന്നവയാണ്. വളരെ അർത്ഥപൂർണമായ സങ്കല്പമാണിത്. പുതുവർഷത്തിൽ നമ്മുടെ മുഖം പിന്നിലേക്കും ഒപ്പം മുന്നിലേക്കും തിരിയേണ്ടതാണ്. മുഖം പിന്നിലേക്ക് തിരിക്കുന്നതും അവിടേക്ക് നോക്കുന്നതും കടന്നുപോയ വർഷത്തിലെ അനുഭവങ്ങൾ വിലയിരുത്തുവാനായിരിക്കണം. പ്രധാനമായും 2 കാര്യങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്. ഒന്ന്, ലഭിച്ച അനുഗ്രഹങ്ങളും അനുഭവിച്ച ദൈവകൃപകളും. അവ ഓരോന്നായി അനുസ്മരിക്കുക. ശാരീരികവും ആത്മീകവുമായി ലഭിച്ച അനുഗ്രഹങ്ങൾ, പ്രതീക്ഷയ്ക്ക് ഉപരിയായി ലഭിച്ച അവസരങ്ങൾ, ഇവയെ നന്ദിയോടെ ഓർത്ത് ദൈവത്തോട് കൃതജ്ഞതയർപ്പിക്കുക. 2, നമ്മുടെ ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങളെ കണ്ടുപിടിക്കുക. കണക്കുകൾ കൂട്ടിനോക്കുമ്പോൾ ലാഭം മാത്രമല്ല, നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നു വരാം. അവയെ വിലയിരുത്തി കാര്യകാരണങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ജാനസ് ദേവൻ്റെ ഒരു മുഖവും 2 കണ്ണുകളും മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മുന്നിലുള്ള അവസരങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും നേരായി കാണുവാനും അവയെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുവാനുമുള്ള ദൈവകൃപ ഈ പുതുവർഷത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ. 2025 ആദ്യ പ്രഭാതത്തിൽ എല്ലാ നന്മകളും ഐശ്വര്യവും ദൈവനാമത്തിൽ നേരുന്നു. ഫിലിപ്പിയർ 3:4. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.